ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 77.68% പോളിംഗ്. സംസ്ഥാനത്ത് 30 വർഷത്തിനിടെ റെക്കോർഡ് പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 80% കടന്നു. ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടി. കണ്ണൂർ, വടകര മണ്ഡലങ്ങളാണ് വോട്ടിംഗ് കണക്കുകൂട്ടലുകളിൽ മുന്നിൽ. പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ പ്രതീക്ഷയും അതുപോലെ ആശങ്കയും പങ്കുവയ്ക്കുകയാണ് മുന്നണികൾ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. പോളിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരുപോലെ മുന്നണികൾക്ക് ആശങ്കയും അതുപോലെ പ്രതീക്ഷയും പങ്കുവയ്ക്കുകയാണ്. എന്തൊക്കെയാണ് പോളിംഗ് ശതമാനത്തിലെ വർധനവ് അനുസരിച്ച് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ലെസ്ലി. നിർബൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ കണക്കുകളുടെ അവസാനവട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം 2014 76.45% പോളിംഗ് ആയിരുന്നു സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ ശരാശരി കണക്കാക്കുകയാണെങ്കിൽ ലഭിച്ചിരുന്നത്. അത് 77.68% ആയി ഉയർന്നിരിക്കുന്നു. 1% തികച്ച് മുമ്പോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇത് കണക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്നാൽ ജില്ലാ അടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത്തവണ ഏറ്റവും അധികം പോളിംഗ് ശതമാനം ഉള്ളത് കണ്ണൂർ തന്നെയാണ്. കഴിഞ്ഞ തവണയും കണ്ണൂരായിരുന്നു. ഇത്തവണ കണ്ണൂരിൽ 88.5% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 81.06% ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ വയനാടിൽ 79% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അത് 80ലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ 80-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തെക്കൻ ജില്ലകളിൽ ഈ പോളിംഗ് ഇല്ല എന്നുള്ളതും സവിശേഷമായ ഒരു കാര്യമാണ്. കാസർഗോഡ് 80.54, കണ്ണൂർ 83.05, വടകര 82.48, വയനാട് 80.31, കോഴിക്കോട് 81.47 തുടങ്ങി ആലത്തൂരിൽ 80.33, ചാലക്കുടിയിൽ 80.44, ആലപ്പുഴയിൽ 80.09% വോട്ടാണ്. ഇത്തരത്തിൽ 8 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 80% മുകളിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് പോളിംഗ് സംഭവിച്ചിരിക്കുന്നത് ത്രികോണ മത്സരം. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടെ കഴിഞ്ഞ തവണയിലെ അപേക്ഷിച്ച് കൂടുതൽ പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 73.45% വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാന ആവറേജിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ലോക്സഭാ മണ്ഡലമായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ 72.82% തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ ശശി തരൂര് 14,495 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. 1% ഏറ്റക്കുറച്ചിലുകളാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് 0.64% വർധനവ് മാത്രമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 73.58% വോട്ടായിരുന്നു ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നത്. ഇത് 74.23% വർദ്ധിച്ചിരിക്കുന്നു. 0.64% വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഏറ്റവും ശക്തമായ മറ്റൊരു മത്സരം നടന്ന കൊല്ലം ജില്ലയിലും സമാനമായി 1% നേർത്ത മുന്നേറ്റമാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2014 73.25% വോട്ട് രേഖപ്പെടുത്തിയ കൊല്ലത്ത് ഇത്തവണ 74.36% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിലാണ് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലുണ്ടായിരുന്നത്. സാധാരണ മന്ദഗതിയിൽ ആരംഭിക്കുന്ന പത്തനംതിട്ടയിലെ വോട്ടിംഗ് ശതമാനം ഇന്നലെ അവസാന ഘട്ടത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോയിരിക്കുന്നു. 74.19% ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. കാഞ്ഞിര
കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ് ഈ മണ്ഡലങ്ങൾ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് വലിയ തോതിൽ പ്രാതിനിധ്യമുള്ള ക്രിസ്ത്യൻ വോട്ടുകളുള്ള രണ്ട് മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളതായിരിക്കും മുന്നണികളുടെ ഇനിയുള്ള കണക്കുകൂട്ടൽ. മറ്റൊരു മണ്ഡലമായ മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ 73.37% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അത് 74.09% ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 1% വോട്ടിന്റെ വർധനവ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഓരോ മണ്ഡലങ്ങളിലും ഏകദേശം 50,000-ലധികം പുതിയ വോട്ട് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന തലത്തിൽ ഏകദേശം 1% വർധനവ് കാണിക്കുന്നത്. വോട്ടിംഗിന്റെ മൊത്തം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം വോട്ടിംഗിൽ ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ലെസ്ലി, ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഈ അർത്ഥത്തിലാണ് മുന്നണികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒരുപോലെ ബി.ജെ.പിയും കോൺഗ്രസും ഈ ഘട്ടത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതായത് അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ സാധാരണ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാത്ത മധ്യ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നു. ഇതിൽ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നു. 8 മണ്ഡലങ്ങളിൽ 80%-ലധികം വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. ഇത്തരം ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യഘട്ട വിലയിരുത്തൽ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ശതമാനത്തിന്റെ വർധനവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ ലെസ്ലി? ഏറ്റവും പ്രധാനമായി താങ്കൾ ചൂണ്ടിക്കാട്ടിയ ത്രികോണ മത്സരം നടന്ന സംസ്ഥാനത്ത് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏക ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ശക്തമായ രീതിയിൽ ഒരു ത്രികോണ മത്സരം നടന്നത്. അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ കഴിഞ്ഞ 2014 72.82% പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 73.45% ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഓരോ സ്ഥലത്തെയും ഓരോ മണ്ഡലത്തിലെയും തിരുവനന്തപുരത്തെ കണക്കാക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് 73.32% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ പോൾ ചെയ്തിരിക്കുന്നത് 1,32,432 വോട്ടുകളാണ്. ഇതിൽ 73.2% വോട്ട് ഉണ്ടായിരിക്കുന്നു. ഈ 73% വോട്ടിലാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കാൻ സാധ്യതമാകുന്ന കണക്കുകൾ ഉള്ളത്. ഒപ്പം തന്നെ പാറശാല മണ്ഡലത്തിൽ 1,64,281 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാറശാല മണ്ഡലത്തിൽ ഇതിൽ 76.9% ഈ വോട്ടിംഗ് പാറ്റേൺ വർദ്ധിച്ചിരിക്കുന്നു. ഈ രണ്ട് മണ്ഡലങ്ങളായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുക. ഒപ്പം തന്നെ നാടാർ വോട്ടുകൾ കൂടുതൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നെയ്യാറ്റിങ്കര നിയമസഭാ മണ്ഡലം ഉൾപ്പെട്ട സ്ഥലമാണ്. 1,40,074 വോട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാടാർ സമുദായത്തിന് ശക്തമായ പിന്തുണ ഉണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന നെയ്യാറ്റിങ്കരയിൽ 77.26% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭ തിരിക്കുകയാണെങ്കിൽ നെയ്യാറ്റിങ്കരയിലാണ് ഏറ്റവും അധികം പോൾ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നെയ്യാറ്റിങ്കര പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു 2014 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ബെനറ്റ് എബ്രഹാം, നെയ്യാറ്റിങ്കര നിവാസി കൂടിയായ ബെനറ്റ് എബ്രഹാം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ബെനറ്റിന് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യം, അനുകൂല വോട്ട് ഘടകമായത് ബെനറ്റിന് കൂടുതൽ വോട്ട് ലഭിച്ചതും നെയ്യാറ്റിങ്കര നിയമസഭാ മണ്ഡലം അടങ്ങുന്ന മണ്ഡലത്തിൽ നിന്നാണ്. എവിടെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത്, അത് ഏത് ദിശയിലേക്കാണ്, ആർക്ക് അനുകൂലമാകും എന്നുള്ളതും തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിനിർണ്ണയത്തിൽ നിർണായകമാകും. നിർമ്മൽ. ലെസ്ലി, വിവരങ്ങൾ വ്യക്തമാണ്. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ വർധനവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നണികൾ, അതുപോലെ തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് മുന്നണികൾക്ക് ആശങ്കയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നു. ഇക്കണക്കിനുള്ള കണക്കുകൂട്ടലും കിഴിക്കലുമൊക്കെ 1 മാസം നീണ്ടു നിൽക്കും. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അവസാന വിവരമാണ് ലെസ്ലി ജോൺ ഇപ്പോൾ നൽകിയത്.